നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. യോഗിമാരുടെ ഇത്തരം രഹസ്യ അനുഭവങ്ങളെല്ലാം ഒരു സാധാരണക്കാരന് ലഭിക്കുക പ്രയാസമല്ലേ? സാധാരണ മനുഷ്യർ സദാ പലതരം പ്രാരബ്ധ പ്രശ്നങ്ങളിലും പെട്ടുഴലുന്നവനല്ലേ? ഈ സംശയങ്ങൾ ശരിയല്ല. ലോകവ്യാപാരങ്ങളിൽ പെട്ടിരിക്കുമ്പോൾ തന്നെ സദാ ഭഗവൻ നാമം സ്മരിച്ചും കീർത്തിച്ചും ചിത്തത്തിന് ഏകാഗ്രത നേടാൻ കഴിഞ്ഞാൽ ആർക്കും ഈ യോഗാനുഭവങ്ങൾ കാലക്രമത്തിൽ വന്നു ചേരാവുന്നതേയുള്ളൂ. കലികാലത്തിൽ വിശേഷിച്ച് ഇക്കാര്യമാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. 50-ാം പദ്യം. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. പലതും പറഞ്ഞ് സ്വജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും അന്യരുടെ ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് പകൽ കളയുന്ന നാവ്, പകൽ സമയം അധികവും ചെലവഴിക്കുന്ന നാവ് ഇഹ ഈ ലോകത്ത് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണം, ഭഗവാന്റെ തിരുനാമം നിരന്തരം കീർത്തിക്കാനുള്ള ഉപകരണമായി ഭവിക്കണം. അതുകൊണ്ട് അങ്ങനെയായാൽ കലിയായ കാലമതിൽ, പാപത്തിന് ശക്തി കൂടിയ കലിയുഗത്തിൽ മോക്ഷഗതി ഭഗവത് പ്രാപ്തി എളുതെന്നു കേൾപ്പൂ. എളുപ്പമാണെന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കുന്നു. ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. സ്വജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും അന്യരുടെ ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് പകൽ സമയം അധികവും ചെലവഴിക്കുന്ന നാവ് ഈ ലോകത്ത് ഭഗവാന്റെ തിരുനാമം നിരന്തരം കീർത്തിക്കാനുള്ള ഉപകരണമായി ഭവിക്കണം. പാപത്തിന് ശക്തി കൂടിയ ഈ കലിയുഗത്തിൽ അങ്ങനെയായാൽ ഭഗവത് പ്രാപ്തി എളുപ്പമാണെന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. കലിയുഗവും നാമസങ്കീർത്തനവും. പ്രായേണ കലിയുഗത്തിൽ മനുഷ്യർ അല്പായുസ്സുകളും അലസന്മാരുമാണ്. മന്ദബുദ്ധികളും മന്ദഭാഗ്യന്മാരും വിഭവങ്ങളുടെ മധ്യത്തിൽ രോഗാദി പീഡകൾ കൊണ്ട് നിരന്തരം ക്ലേശിക്കുന്നവരുമാണ്. കലിയുഗത്തിലെ ജനങ്ങൾക്ക് അധികവും പാപകർമ്മങ്ങളിലാണ് വാസന. അവർ സദാ വേണ്ടാത്ത ലോകകാര്യങ്ങൾ വിവരിച്ച് അന്യരുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞുകൂടുന്നു. ഇത്തരം സംഭാഷണങ്ങൾ എപ്പോഴും അവനവൻ്റെ പാപവാസനയ്ക്ക് വളമായിട്ടേ ഭവിക്കൂ. നേരെ മറിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഭഗവാനെ സ്മരിച്ചും ഭഗവൻ നാമം കീർത്തിച്ചും കഴിയുന്നയാൾക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി എളുപ്പമായിത്തീരുന്നു. ഭഗവൻ നാമസാധനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ 17 മുതൽ 22 വരെയുള്ള പദ്യങ്ങളുടെ വ്യാഖ്യാനം ഒന്നുകൂടി വായിച്ചു നോക്കുക. ജീവിതമെന്നറിയപ്പെടുന്ന ഈ ശരീരയാത്രയുടെ പരമപ്രയോജനം സത്യസാക്ഷാത്കാരമാണ്. അത് സാധിച്ചില്ലെങ്കിൽ മലഭാണ്ഡമായ ദേഹം പേര് നടക്കുന്നത് കൊണ്ട് ദുഃഖമല്ലാതെ വേറെ ഫലമില്ല. അതുകൊണ്ട് അനന്തമായ സത്യം അറിയപ്പെടുമാറാകണേ എന്നാണ് 51-ാം പദ്യത്തിൽ അപേക്ഷിച്ചിരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ